ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ശക്തമായ ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചൈനയുടെ പടിവാതിൽ വരെ ഇസ്ലാമിന്റെ വിജയപതാക എത്തിക്കുകയും ചെയ്ത കിഴക്കിന്റെ വിമോചകപുത്രൻ എന്ന ചരിത്രനാമത്തിൽ അറിയപ്പെടുന്ന മഹായോദ്ധാവാണ് ബഹുമാനപ്പെട്ട ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു. സംഘർഷഭൂമിയായ ഇറാഖിലാണ് മഹാനവറുകൾ ജനിച്ചത്. തന്റെ പിതാവ് മുസ്ലിം ഇബ്നു അംർ എന്നിവർ അബ്ദുല്ലാഹിബ്നു സുബൈർ ഇറാഖിന്റെ ഗവർണറായി നിശ്ചയിച്ച മിസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആലയുടെ പ്രധാന കൂട്ടുകാരിൽ ഒരാളായിരുന്നു. ഖവാരിജികളോട് പടപൊരുതി വിജയം വരിച്ച പ്രസിദ്ധനായ മുഹല്ലബ് ഇബ്നു സുഫ്ര എന്ന മഹാസൈനികന്റെ ശിക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ട ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു വളർന്നു വന്നത്. ഏകദേശം കിഴക്കൻ രാജ്യങ്ങളും മുഴുവനും തന്നെ ഇസ്ലാമിലേക്ക് വരാൻ കാരണക്കാരനായത് മഹാനായ ഖുതൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെ പടയോട്ടമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ ഭാഗങ്ങളായ ദാഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, അതുപോലെയുള്ള കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ മുഴുവനും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോരുമായിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണക്കാരൻ ഈ മഹാനാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കുന്നു. മുൻ സോവിയറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ തുർക്കിയും ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം ബഹുമാനപ്പെട്ടവർ തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വലിയ യുദ്ധതന്ത്രജ്ഞനും രാഷ്ട്രീയ ചിന്തകനും സൈനിക വിദഗ്ധനുമായ ഖുതൈബ റളിയല്ലാഹു തആലയുടെ കഴിവുകൾ മുൻകൂട്ടി കണ്ടത് തന്റെ ഗുരുവായ മുഹല്ലബ് ഇബ്നു അബി സുഫ്ര റളിയല്ലാഹു തആല അൻഹു തന്നെയായിരുന്നു. തന്റെ ശിഷ്യനായ ഖുതൈബയെക്കുറിച്ചുകൊണ്ട് ഇറാഖിലെ ഗവർണറായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി ബഹുമാനപ്പെട്ട മുഹല്ലബ് ഇബ്നു അബി സുഫ്ര സംസാരിക്കുകയും തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുകയുമുണ്ടായി. ഒരുപാട് സൈനിക ഓപ്പറേഷനുകൾക്ക് നിയോഗിച്ച ഖുതൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴിവ് ഹജ്ജാജ് ഇബ്നു യൂസുഫും മനസ്സിലാക്കുകയും തന്നെ വലിയൊരു ദൌത്യം ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചുറക്കുകയും ചെയ്തു. ആയിടക്കാണ് ഉമവി ഭരണാധികാരിയായ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മഹാനായ ഖുതൈബ റളിയല്ലാഹു തആല അൻഹുവിനെ റയ്യ് പ്രവിശ്യയുടെ ഗവർണറായി നിശ്ചയിക്കുന്നത്. പിന്നീട് താമസിയാതെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഖുറാസാൻ മേഖലയുടെ ഗവർണറായിട്ടും മഹാനവറുകളെ നിശ്ചയിക്കുകയുണ്ടായി. അത് ഹിജ്റ 86-ലായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് മഹാനായ ഖുതൈബ റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തന്റെ യാത്രകൾ അനസ്യൂതം തുടർന്നുകൊണ്ടിരുന്നു. മഹാനവറുകൾ ഏറ്റെടുത്ത എല്ലാ ദൌത്യവും പൂർണ്ണ വിജയം പ്രാപിച്ചതായിരുന്നു ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് തന്റെ പട്ടാളക്കാർ തന്നെ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. മഹാനവറുകളുടെ ഏത് ആജ്ഞയും നടപ്പിലാക്കാൻ സദാ സന്നദ്ധരായിരുന്നു ആ സൈന്യം. അത്തരത്തിലുള്ള ഒരു സൈന്യവുമായിട്ടാണ് മഹാനവറുകൾ മധ്യേഷ്യയിലേക്ക് കുതിക്കുന്നത്. അങ്ങനെ മധ്യേഷ്യ മുഴുവനും മോചിപ്പിക്കുകയും കിഴക്കോട്ട് തന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. മാവറ അന്നഹർ എന്ന ട്രാക്സ് ഓക്സിയാനയും അതുപോലെ പരിസര പ്രദേശങ്ങളുമെല്ലാം തന്നെ ജയിച്ചടക്കിക്കൊണ്ട് മഹാനവറുകൾ മുന്നോട്ടുപോയി. ജയ്ഹൂൻ, സൈഹൂൻ നദികളും അതുപോലെ സമർക്കന്ത് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ കീഴടക്കി മുന്നോട്ട് കുതിച്ച സൈന്യം ഷോമാൻ, കഫ്താൻ, സഗാനിയാൻ, താലിഖാൻ തുടങ്ങിയതായിരിക്കുന്ന വലിയ വലിയ പട്ടണങ്ങളും പിടിച്ചടക്കുകയുണ്ടായി. ഈ ജൈത്രയാത്രയിൽ മഹാനവറുകളും സൈന്യവും ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ഒരവസരത്തിൽ സമർക്കന്തിനപ്പുറം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സൈഹൂൻ നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ പരാജയപ്പെടുകയുണ്ടായി. ആ നദി മുറിച്ചു കടക്കാൻ മഹാനവറുകൾക്ക് കഴിയാതെ വന്നു എന്ന് മാത്രമല്ല, മുൻകൂട്ടി വിവരം ലഭിച്ച സമർക്കന്തുകാരും ബുഖാറക്കാരും എല്ലാം തന്നെ വലിയ സന്നാഹങ്ങൾ ഒരുക്കി മഹാനവറുകളെ നേരിടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നാനാവശത്തു നിന്നും അവർ പെരുമ്പറ മുഴക്കി പാഞ്ഞെടുത്തു. ചുറ്റുഭാഗത്തുമുള്ള മറ്റ്
ഗോത്രങ്ങളെയും മറ്റ് രാജ്യക്കാരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വലിയൊരു സൈന്യം തന്നെ അവർ തയ്യാർ ചെയ്തു വെച്ചിരുന്നു. പേർഷ്യൻ സിൽബന്ദികളും തുർക്കികളും ചൈനക്കാരും മുതലായവരായിരിക്കുന്ന എല്ലാവിധ ആളുകളോടും അവർ സഹായാർത്ഥന നടത്തി. ജാതി മത ദേശ ഭാഷ വർണ്ണഭേദമന്യേ എല്ലാവിധ സൈനിക സംഘങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ അവർ അണിനിരത്തി. അത്തരത്തിലുള്ള ഒരു വൻ സൈന്യത്തോടാണ് മഹാനവറുകൾക്ക് ആ നദിക്കപ്പുറത്ത് നേരിടേണ്ടിയിരുന്നത്. ജാതി മത ദേശഭാഷ വർണ്ണഭേദമന്യേ എല്ലാ ആളുകളും മുസ്ലിമീങ്ങൾക്കെതിരിൽ അണിനിരുന്നതുകൊണ്ട് തന്നെ വലിയ പരീക്ഷണമാണ് മഹാനായ ഖുതൈബ റളിയല്ലാഹു തആല അൻഹും സൈന്യവും നേരിടേണ്ടി വന്നത്. മുസ്ലിങ്ങളുടെ എല്ലാ വഴികളും അവർ പ്രതിബന്ധം തീർത്തുകൊണ്ട് വളരെ വേഗം തന്നെ ഉപരോധം ഏർപ്പെടുത്തി. ചെറു സംഘങ്ങളെ ഉപയോഗിച്ച് രഹസ്യമായ വിവരങ്ങൾ അറിയാൻ പോലും മഹാനായ ഖുതൈബ റളിയല്ലാഹു തആല അൻഹു സാധിച്ചില്ല എന്ന് മാത്രമല്ല, ശത്രുക്കൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തന്റെ ചാരന്മാരിൽ ആർക്കും തന്നെ മഹാനവറുകളുടെ അടുക്കലേക്ക് എത്തി വിവരങ്ങൾ നൽകാൻ പോലും സാധ്യമായിരുന്നില്ല. അത്രമാത്രം വളരെ സംഘർഷം നിറഞ്ഞതായിരുന്നു ആ സന്ദർഭം. ട്രാൻസോക്സാനിയയിലെ ഒരു നഗരമായ ബേക്കന്തിനടുത്ത് ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹും സൈന്യവും താവളമടിച്ചു. പക്ഷേ മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാനാവാത്ത വിധം അവർക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. നാനാഭാഗത്തും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ദിവസമല്ല ആഴ്ചകൾ കഴിഞ്ഞുപോയി, മാസം കഴിഞ്ഞുപോയി, ഒരു മാസമല്ല 2 മാസം കഴിഞ്ഞുപോയി. നേരം വെളുത്തതു മുതൽ പകൽ മുഴുവനും ശത്രുവിന്റെ സേനകൾ മഹാനവറുകളുടെ സൈന്യവുമായി ഏറ്റുമുട്ടും. നേരം ഇരുളുമ്പോൾ അവർക്ക് ശത്രുക്കൾക്ക് സുശക്തവും സുരക്ഷിതവുമായ കോട്ടകളുണ്ട്, അതിലേക്ക് അവർ മടങ്ങിപ്പോകും. ഇങ്ങനെ ഈ അവസ്ഥയിൽ 2 മാസം കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല ആശയക്കുഴപ്പത്തിലായി. പിന്തിരിയണോ അതല്ല മുന്നേറണോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ചിന്ത വരികയുണ്ടായി. നാനാഭാഗത്തു നിന്നും ശത്രുക്കളാൽ വളയപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെയും സൈനികരുടെയും വിവരങ്ങൾ എല്ലാ സ്ഥലത്തെയും മുസ്ലിമീങ്ങൾ അറിഞ്ഞു തുടങ്ങി. അടിയറവ് പറയാതെ ശക്തമായി പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം അറിഞ്ഞ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഗവർണർമാരോട് ആവശ്യപ്പെടുകയും പ്രാർത്ഥനകളാൽ പള്ളി മിനാരങ്ങൾ മുഖരിതമാവുകയും ചെയ്തു. മാത്രമല്ല, നിസ്കാരങ്ങളിൽ ഇമാമുമാർ കുനൂത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. മാവറാ നഹറിലെ ബേക്കന്ത് പട്ടണത്തിനടുത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട നായകനും സൈന്യവും ശത്രുക്കളുടെ ശക്തമായ പ്രതിരോധ വലയത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുഃഖവാർത്ത മുസ്ലിം ലോകത്ത് മുഴുവനും വ്യാപകമായി അറിഞ്ഞു. ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെല്ലാവരും തങ്ങളുടെ നായകനും പട്ടാളക്കാർക്കും വേണ്ടി മരമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പള്ളികളിൽ നിന്ന് കൂട്ടുപ്രാർത്ഥനകൾ നടന്നു. നിസ്കാരങ്ങളിൽ കുനൂത്ത് നിർവഹിക്കപ്പെടുകയുണ്ടായി. ഈ ഒരു പ്രതിസന്ധി കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹു തന്റെ സൈന്യത്തിലെ യുദ്ധതന്ത്രത്തിൽ വളരെ മികവുറ്റവരായ ബനൂ തമീം ഗോത്രക്കാരെ വിളിച്ചുകൊണ്ട് അവർ എങ്ങനെ നമുക്ക് ഈ പട്ടണം പിടിച്ചടക്കാൻ സാധിക്കുമെന്ന് കൂടിയാലോചന നടത്തുകയുണ്ടായി. ബേക്കന്ത് നഗരത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടത്തിലെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനെ ജയിച്ചടക്കുക എന്നുള്ളത് അപ്രാപ്യമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതേ അവസരത്തിൽ ഈ നഗരമാണെങ്കിൽ ഇരുവിഭാഗത്തിനും വളരെ നിർണായകവുമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബേക്കന്ത് നഗരം ജയിച്ചടക്കാനായാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ളായിരിക്കുന്ന രാജ്യങ്ങൾ നിഷ്പ്രയാസം അവർക്ക് ഒതുക്കി എടുക്കാൻ സാധിക്കും. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അതുതന്നെ. അതവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള നഗരങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് നിഷ്പ്രയാസം സാധ്യമാകുന്ന കാര്യമാണെന്ന് അവർക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹു തന്റെ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സായ ബനീ തമീം ഗോത്രക്കാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് മുഷാവറ നടത്തുന്നത്. നമുക്കെങ്ങനെ ഈ പട്ടണം ജയിച്ചടക്കാൻ സാധിക്കുമെന്ന് അവരുമായി കൂടിയാലോചിക്കുകയും അവർ അതിനൊരു പദ്ധതി ഇടുകയും ചെയ്തു. ബനൂ തമീം ഗോത്രത്തിലെ പ്രമുഖനായ സൈനാധിപൻ വക്കീഅ് ബിൻ അസ്വദുമായി കൂടിക്കാഴ്ച നടത്തിയ ബഹുമാനപ്പെട്ട ഖുതൈബത്ത് ബിൻ മുസ്ലിം ബാഹിലി റളിയല്ലാഹു തആല അൻഹു അവസാനം സൈനികരുടെ ആത്മവീര്യം വാനോളം ഉയർത്തുമാറ് നല്ല പ്രസംഗം നടത്തുകയും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള മഹത്തായ പ്രതിഫലം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യുദ്ധത്തിൽ ആവേശഭരിതരാക്കുകയും ചെയ്തു. തുടർന്ന് വക്കീഅ് ബിൻ അസ്വദ് തമീമി റളിയല്ലാഹു തആല അൻഹു
തന്റെ തമീം ഗോത്രക്കാരായിരിക്കുന്ന സൈനികരെ മുഴുവനും തന്നെ സുസജ്ജരാക്കി നിർത്തിക്കൊണ്ട് ജീവൻ മരണ പോരാട്ടത്തിനായി തയ്യാറെടുക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും അവസാന ഘട്ടത്തെ പോരാട്ടത്തിനായി ഇവരെല്ലാവരും സന്നദ്ധരാവുകയും ചെയ്തു. കൊടുങ്കാറ്റടിക്കുമ്പോൾ അലറിയടിക്കുന്ന കടൽ തിരമാലകളെ പോലെ ഇരുപക്ഷവും ആഞ്ഞടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം മനസ്സുകൾക്ക് ശാന്തി നൽകി. മലക്കുകളെ കൊണ്ട് അല്ലാഹു സഹായിച്ചു. പകൽ മുഴുവനും അവർ ശത്രുവിനെ വാളുകൾ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. രാത്രിയായപ്പോൾ പാതിരാ സമയത്ത് ബഹുദൈവാരാധകരുടെ പാദങ്ങൾ അല്ലാഹു തആല കിടുകിട വിറപ്പിച്ചു. അവരുടെ മനസ്സിൽ ഭയം വിതറി. അങ്ങനെ അവർ അവസാനം പിന്തിരിഞ്ഞോടിയ ശത്രുക്കളെ പിന്നാലെ ചെന്നുകൊണ്ട് അവരെ അധിക പേരെയും തടവിലാക്കുകയും ബാക്കിയുള്ളവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെ അവർ ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു അൻഹുവിനോട് സന്ധിക്കപേക്ഷിക്കുകയും മഹാനവർകൾ അത് സ്വീകരിക്കുകയും ചെയ്തു. ഈ മഹായുദ്ധത്തോടുകൂടി പിന്നീട് ബേക്കന്ത് പട്ടണവും അതിനെ തുടർന്നുകൊണ്ട് ബുഖാറ പട്ടണവും മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് വരികയുണ്ടായി. ഹിജറ 87 ഇത് സംഭവിച്ചത്. മഹാനവർകൾ തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. മുമ്പോട്ട് കുതിച്ച ആ മഹാസൈന്യത്തിന് മുന്നിൽ മദ്ദേശ് മുഴുവനും കീഴടങ്ങുകയായിരുന്നു. കിഴക്കോട്ട് പടനയിച്ച ആ മഹാൻ ചൈനയുടെ അതിർത്തിയായ ഫർഗാന വരേക്കും എത്തി. ഫർഗാനയുടെ തൊട്ടടുത്ത പ്രദേശമായ കാശ്മീരിന്റെ അതിർത്തിയിലേക്ക് എത്തിയ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഉമവി ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ മരണവാർത്ത ബഹുമാനപ്പെട്ട സൈന്യ നായകനെ തേടിയെത്തുന്നത്. ഫർഗാനയിലെ രാജ്യമായ കാശ്മീരിനെ സംബന്ധിച്ചുകൊണ്ട് പ്രസിദ്ധ ഇസ്ലാമിക ചരിത്രകാരൻ ബഹുമാനപ്പെട്ട അല്ലാമ തബ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇൻഹ അദ്നാ മദഅനിസ്സീൻ, ചൈനയുടെ പട്ടണങ്ങളിൽ ഏറ്റവും അടുത്തു കിടക്കുന്ന പട്ടണമാണ് കാശ്മീർ എന്ന് പറയുന്നത്. വമഅന്നൽ വലീദ് ബിൻ അബ്ദുൽ മലിക് തവഫ ഫീ ജമാദിൽ ആഖിറത്തി സനത 96. ബഹുമാനപ്പെട്ട ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക് ഹിജ്റ 96 ജമാദുൽ ആഖിറിലാണ് മരിച്ചത്. വസല നബു വഫാത്തി ഇലാ ഖുതൈബത വഹുവ ഫീ ഫർഗാന. മഹാനായ ഖലീഫയുടെ മരണവാർത്ത ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല എത്തുമ്പോൾ അദ്ദേഹം ഫർഗാനയിലായിരുന്നു. വഖബുൽ അൻ യസില ഇലാ കാശ്മീർ ഇല്ലാ അൻഹു വാസല സൈറുഹു ഹത്താ ഫതഹഹ. പക്ഷേ കാശ്മീരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിവരം കിട്ടിയിരുന്നെങ്കിലും മഹാനവർകൾ തന്റെ ജൈത്രയാത്ര തുടർന്നു. അവസാനം ഫർഗാനയിലെ പ്രധാന നഗരമായ കാശ്മീറും അദ്ദേഹം ജയിച്ചടക്കി. വഹുനാ ജഅഹു റസൂലു മലിക്കിസ്സീൻ യത്ലുബു മിൻഹു അയ്യുവജ്ജിഹ ഇലൈഹി വഫ്ദൻ ലിയഅരിഫ ഖബറഹും ഫഖ്താറ ഖുതൈബത്തു 10 മിൻ ഖൈറത്തി റിജാലിഹി ബിരിആസത്തി ഹുബൈറത്ത് ബിൻ മുഷ്മർഹജിൽ കിലാബി റഹ്മത്തുള്ളാഹി അലൈഹിം. ചൈനയുടെ അതിർത്തി പ്രദേശമായിരിക്കുന്ന കാശ്മീർ വരെ മുസ്ലിം സൈന്യം എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഒരു ഞെട്ടലോടെയാണ് അന്നത്തെ ചൈന രാജാവ് ശ്രവിച്ചത്. കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ വേണ്ടി തന്ത്രപൂർവ്വം നീങ്ങുവാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ തന്റെ ദൂതന്മാരെ ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹുവുമായി സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹം നിയോഗിച്ചയച്ചു. ദൂതന്മാരെ ഒന്നുകൊണ്ട് പറയുകയുണ്ടായി, ഓ ഖുതൈബ, നിങ്ങളുമായി സംസാരിക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളെ ദർബാറിലേക്ക് അയക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹു തന്റെ സൈന്യാധിപന്മാരിലെ പ്രധാനപ്പെട്ട 10-12 ആളുകളെ ബഹുമാനപ്പെട്ട ഹുബൈർ ബിൻ മുഷ്മറജിൽ കിലാബി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ രാജാവിന്റെ ദർബാറിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ചൈന രാജാവുമായി സംസാരിച്ച സംഭവം വളരെ സുദീർഘമായി ബഹുമാനപ്പെട്ട ചരിത്രകാരൻ തബ്രി റഹ്മത്തുള്ളാഹി അലൈഹി സവിസ്തരം വിശദീകരിച്ചു തരുന്നുണ്ട്. അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗം അല്പം വിശദീകരിക്കാം. ചൈനീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല ദൂതന്മാരോട് അഹങ്കാരം നിറഞ്ഞ സ്വരത്തിൽ ഭീഷണിയോടെ കൂടെ തന്നെ രാജാവ് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങളുടെ നേതാവിനോട് സംസാരിക്കുക. ഫൻസരിഫു ഇലാ സാഹിബിക്കും ഫഖൂലു ലഹു. നിങ്ങളുടെ നേതാവിലേക്ക് തിരിച്ചുപോയി നേതാവിനോട് പറയണം,
فإني قد عرفت حرصه وقلة أصحابه وإلا بعثت عليكم من يهلككم ويهلكه. തിരിച്ചു പോവാൻ പറയുകയാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ സൈനാധിപനെ നശിപ്പിക്കുന്ന വൻ സൈന്യത്തെ നിങ്ങൾക്കെതിരിൽ ഞാൻ നിയോഗിക്കും, അതിനു മുമ്പ് നിങ്ങൾക്ക് തിരിച്ചു പോവുകയാണ് നല്ലത് എന്ന് ഭീഷണി സ്വരത്തിൽ ഈ ദൂതന്മാരോട് ചൈന രാജാവ് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായിരിക്കുന്ന ഹുബൈറ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടി വളരെ പ്രസിദ്ധമാണ്. ഞങ്ങൾ മുസ്ലിം സൈന്യത്തിന്റെ അംഗബലം കുറവാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കൈഫ യകൂനു ഖലീലുൽ അസ്ഹാബ് മൻ അവ്വലു ഖൈലിഹി ഫീ ബിലാദിക വആഖിറുഹാ ഫീ മനാബിത്തി സൈത്തൂൻ. ആ സൈന്യത്തിന്റെ തുടക്കം നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ അതിന്റെ അവസാനം കിടക്കുന്നത് ഒലീവ് വൃക്ഷത്തിന്റെ പ്രദേശത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കേണ്ടതില്ല. വഅമ്മാ തഖ്വീഫുക ഇയ്യാനാ ഫഇന്ന ലനാ ആജാലൻ ഇദാ ഹദറത് ഫഅക്രമുഹൽ ഖത്ലു ഫലസ്നാ നക്റഹു വലാ നഖാഫുഹു. നിങ്ങൾ ഞങ്ങളെ മരണം കൊണ്ടോ അല്ലെങ്കിൽ കൊന്നുകളയുമെന്നോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾക്കൊരു അവധിയുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മാന്യമായ ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കുന്ന അതിന്റെ പര്യവസാനം ഞങ്ങൾ കാണുന്നത് ഷഹീദായി മരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ മരണത്തെ ഒരിക്കലും ഭയപ്പെടുന്നവരല്ല, ഞങ്ങളതിനെ വെറുക്കുകയോ പേടിക്കുകയോ ചെയ്യുന്നവരല്ല എന്ന് ധീരമായ മറുപടി യഥാർത്ഥത്തിൽ രാജാവിന്റെ തലച്ചോറിന് ബാധിക്കുകയും അദ്ദേഹത്തെ സുബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിശക്തമായ വിശ്വാസം നിറഞ്ഞ ഈ സംസാരം കേട്ട ചൈനീസ് രാജാവ് തന്റെ സംസാരമൊന്ന് മയപ്പെടുത്തുകയും വളരെ നയത്തിലൂടെ സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നേതാവിന്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹുബൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നഹു ഖദ് ഹലഫ അല്ലാ യൻസരിഫ ഹത്താ യതഅർലകും വയഖ്തിമ മുലൂകകും വയഅത്തിൽ ജിസിയ. ഞങ്ങളുടെ നേതാവ് അല്ലാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഭൂമിയിൽ കാലുകുത്താതെ പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങളുടെ നേതാവ് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഭരണാധികാരം അവസാനിപ്പിക്കുമെന്നും നിങ്ങളെ കൊണ്ട് കപ്പം കൊടുപ്പിക്കുമെന്നുമുള്ള തീരുമാനമാണ്, സത്യമാണ്, ശപഥമാണ് ഞങ്ങളുടെ നേതാവ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ചൈനീസ് രാജാവിന് വളരെ വ്യക്തമായി ഭയപ്പെടുത്തലുകളോ ഭീഷണികളോ ഫലം ചെയ്യാത്ത ശക്തരായ ഒരു ജനവിഭാഗത്തിന് മുമ്പിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. കാര്യങ്ങളുടെ ഗൌരവം മനസ്സിലാക്കിയ രാജാവ് പറഞ്ഞു, നിങ്ങൾ ചെയ്ത സത്യത്തിൽ നിന്ന് നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തിക്കൊള്ളാം. ഞങ്ങളുടെ ചൈനീസ് മണ്ണിൽ നിന്ന് അല്പം മണ്ണെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നൽകാം. അതിൽ തന്റെ നേതാവിനോട് ചവിട്ടിക്കൊണ്ട് തന്റെ സത്യം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടണം. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ സന്താനങ്ങൾ ചിലരെ ഞങ്ങൾ അയച്ചു തരാം. അതുപോലെ നിങ്ങളുടെ നേതാവ് തൃപ്തിപ്പെടുന്ന കപ്പം ഞങ്ങൾ നിങ്ങൾക്ക് നൽകാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു സ്വർണത്തിന്റെ പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അതിൽ മണ്ണ് നിറച്ചുകൊണ്ട് സ്വർണവും പട്ടും അടക്കമുള്ള രാജാവ് അനവധി സമ്മാനങ്ങളും കൂടെ അവരോടുകൂടെ പറഞ്ഞയക്കുകയും ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹുവിന് മുന്നിൽ ഈ ദൂതന്മാർ തിരിച്ചു വന്നുകൊണ്ട് സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. വലിയ സമ്മാനങ്ങളും അടിമകളും സ്വർണപാത്രത്തിൽ ചൈനീസ് മണ്ണുമായും കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന തന്റെ സൈനികരോട് മഹാനവർകൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മനസ്സിലാക്കുകയും ചൈനീസ് രാജാവ് യുദ്ധത്തിന് തയ്യാറല്ല, അദ്ദേഹം കപ്പം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള വാർത്ത മനസ്സിലാക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഖുതൈബത്ത് ഇബ്നുൽ മുസ്ലിമിൽ ബാഹിലി റഹ്മത്തുള്ളാഹി അലൈഹി കപ്പ തീരുമാനം ജിസിയ തരാമെന്നുള്ള ആ കരാറ് അംഗീകരിക്കുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ അതേ സന്ദർഭത്തിൽ ഇസ്ലാമിക ലോകത്ത് ഉമവി ഭരണകർത്താക്കളുടെ ഭരണ കൈമാറ്റവും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ വഫാത്തോടുകൂടെ തന്റെ സഹോദരൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്ക് രാജാധികാരം ഏൽക്കുകയും ചെയ്തതോടുകൂടെ പിന്നീട് ഫർഗാനയിലെ കാശ്ഗറിന്റെ അപ്പുറത്തേക്ക് മുസ്ലിം സൈന്യത്തിന് പോകാൻ സാധ്യമായിട്ടില്ല എന്ന് മാത്രമല്ല പിന്നീട് വന്നതായ ഒരു മുസ്ലിം സൈന്യത്തിനും കാശ്ഗറിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ജീവിതം മുഴുവനും ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാനായ ഖുതൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിലൂടെ കണക്കില്ലാത്ത ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ വലിയൊരു ഭൂപ്രദേശം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുത്താൻ സാധിച്ച, ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു തആല അൻഹു ഉള്ളത് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. അള്ളാഹു നമ്മയും അവരെയും അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.